നാവുകൊണ്ട് കളവ് പറയാത്ത സ്വാദിഖും മസ്ദൂഖുമായ അൽ അമീനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്നംറഅസൻ മിൻ അഹ്ലിൽ ജന്നഹ്, സ്വർഗവാസിനികളായ ഏതെങ്കിലും ഒരു പെണ്ണ് ഇത്വലഅത് ഇലാ അഹ്ലിൽ അർളി, ഭൂമിയിലുള്ളവരിലേക്കൊന്ന് എത്തി നോക്കിയാൽ, സ്വർഗത്തിൽ കടന്ന ഒരു പെണ്ണ്, സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യമുണ്ടായ ഒരു പെണ്ണ് ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ, ആകാശഭൂമികൾക്കിടയിൽ പ്രകാശം നിറക്കാനും ഈ ഭൂമിയാകെ സുഗന്ധം പരത്താനും സ്വർഗവാസിനിയായ ഒരു പെണ്ണ് തന്നെ മതി. സ്വർഗവാസിനിയായ പെണ്ണിനും ഒരു തട്ടമുണ്ട്. ആ പെണ്ണിന്റെ ശിരോവസ്ത്രം ഭൂമിയും ഭൂമിക്ക് മുകളിലുള്ള സർവ്വതിനേക്കാളും ഖൈറാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗവാസിനികളിലേക്ക് പോയി മാഷിത റളിയല്ലാഹു അൻഹ. ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, മൻ ദഖലൽ ജന്നഹ യൻഅമു ലാ യബ്അസ്, സ്വർഗത്തിലേക്ക് കടന്നവർക്ക് വിഷമമില്ലല്ലോ, സ്വർഗം കടന്നവർക്ക് സമാധാനമല്ലേ ഉള്ളൂ. ലാ തബിലാ സിയാബുഹു, സ്വർഗത്തിലെ വസ്ത്രം മുഷിഞ്ഞു പോകുന്നവയല്ല. വലഹു ഫിൽ ജന്നതി മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത് സ്വർഗലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ആലോചിക്കാൻ പോലും കഴിയാത്തത് സ്വർഗലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ആരാണത് കൊണ്ടുപോയത്? ആരാണതൊക്കെ അനുഭവിക്കുന്നത്? മൻ ദഖല ഇലൽ ജന്നതി നസിയ അദാബദ് ദുനിയാ, ദുനിയാവിലെ സർവമാന പരീക്ഷണങ്ങളും സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ മറന്നു പോകും, ഒന്നും ഓർമ്മ വരില്ല. ആ രീതിയിൽ അല്ലാഹുവേ നിന്റെ സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി ജീവിച്ചു പോയ മഹതിമാർ എത്രയാണ്. മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിച്ച അതേ കൊട്ടാരത്തിൽ എത്രയും വലിയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിച്ചിരുന്ന വേറെ ഒരു മഹദിയുമുണ്ട്, മഹദി ആസിയ റളിയല്ലാഹു തആല അൻഹ. ശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ചും പറഞ്ഞു. സൂറത്തു തഹരീമിലെ അവസാനത്തെ ആയത്ത്, وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്താണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹി വഇംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. സത്യവിശ്വാസികളുടെ ഉദാഹരണം രണ്ട് സ്ത്രീകളാണ്. അവിശ്വാസികളുടെ ഉദാഹരണങ്ങളും രണ്ട് പെണ്ണുങ്ങൾ തന്നെ. ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്, ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാർ. അവിശ്വാസികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള മാതൃകകളാണ്. വിശ്വാസികളുടെ മാതൃക ആരാണെന്നറിയോ? സൂറത്തു തഹരീമിന്റെ അവസാനത്തെ ആയത്ത്, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. അല്ലാഹു തആല സത്യവിശ്വാസികളുടെ ഉദാഹരണമായി വെച്ചത് സത്യവിശ്വാസികളായ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും. നോക്കണം, ഉദാഹരണം വെച്ചത് പുരുഷരെയല്ല, സ്ത്രീകളാണ്. ഈമാനിലും മുന്നേറിയത് അവരാണ്.
ആരാണവരെന്നറിയുമോ? രണ്ട് മഹതിമാർ തന്നെയാണ് സത്യവിശ്വാസികളുടെ ഉദാഹരണം. ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയാണത്, ആസിയ റളിയല്ലാഹു അൻഹ. ഇത് ഖാലത്, അവർ പറഞ്ഞുവല്ലോ, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ അരികത്ത് സ്വർഗ്ഗത്തിൽ ഒരു വീടുതാ അല്ലാഹ്. നിന്റെ അരികത്ത് സ്വർഗ്ഗത്തിൽ, അങ്ങനെയാണ് സ്വർഗ്ഗത്തിൽ നിന്റെ അരികത്ത് എന്നാ പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് റബ്ബി ബിനി ലീ, ഫറോവയുടെ കൊട്ടാരമിട്ട് ഞാൻ ഇറങ്ങുകയാണ് അല്ലാഹുവേ. ഇരുമ്പിന്റെ പലകയിൽ എന്നെ മലർത്തിക്കിടത്തി, എന്റെ കൈകാലുകൾ വരിഞ്ഞു മുറുക്കി, എന്റെ ശരീരത്തിലേക്ക് കുന്തമുനകളെ കൊണ്ട് എന്നെ കുത്തി വേദനിപ്പിക്കുമ്പോഴും ഞാൻ അല്ലാഹുവേ നിന്റെ നാമം ഒഴിവാക്കിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് റബ്ബേ ഞാൻ വിളിച്ചു പറയുന്നത്. എന്റെ ഫറോവ എന്ന ഭരണാധികാരിയും ഭർത്താവിന്റെയും കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയാകുമ്പോഴും അല്ലാഹുവേ എനിക്ക് നിന്നെ വേണം. റബ്ബി ബിനി ലീ ഇൻദക, നിന്റെ അരികത്ത് നീ എനിക്കുണ്ടാക്കി തരണം. എന്ത്? ബൈതൻ ഫിൽ ജന്ന, നിന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീട് തരണേ അല്ലാഹ്. വീട് വേണം എന്ന് പറയാൻ ആദ്യം പറഞ്ഞേക്കാം ബീവിക്ക്, പക്ഷേ വേണ്ടത് അള്ളാഹുവിന്റെ സാമീപ്യമാണ് ആദ്യം. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് റബ്ബി ബിനി ലീ ഇൻദക, നിന്റെ അരികത്ത് വരണം റബ്ബേ, നിന്നെയൊന്ന് കാണണം അല്ലാഹുവേ. നീയല്ലോ ലോകം പടച്ചത്, നീയല്ലേ ഞങ്ങൾക്ക് ജീവൻ തന്നത്, നീയല്ലേ ഞങ്ങളുടെ തലച്ചോറുകൾ മാംസത്തിന്റെ കഷ്ണത്തിന് ഇലക്ട്രിക് മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ സ്വീകരിക്കാനുള്ള സർവ്വ കഴിവുകളും നൽകി മാംസത്തിന്റെ കഷ്ണത്തിന് ബ്രെയിൻ എന്ന് നീ സംവിധാനിച്ച നിന്റെ സംവിധാനം അല്ലാഹുവേ, നിന്നെ കുറിച്ചറിയാനും നിന്നെ പഠിക്കാനും ഞങ്ങൾക്ക് ജീവൻ തന്നവൻ, ഞങ്ങൾക്ക് ബ്രെയിൻ തന്നവൻ, ഹാർട്ട് തന്നവൻ. ഈ ലോകം എത്ര മനോഹരമാണ് അല്ലാഹുവേ, നിന്നെ എനിക്കൊന്ന് കാണണം, നിന്റെ അരികത്തേക്ക് എനിക്ക് വരണം, അവിടെ ഒരു വീട് വേണം. അങ്ങനെ വിളിച്ചു പറഞ്ഞ മഹദി ആസിയ ബീവി സത്യവിശ്വാസികളുടെ ഉദാഹരണമാണ്. ومريم ابنة عمران التي أحصنت فرجها, ഇമ്രാൻ എന്നവരുടെ പൊന്നുമോൾ മറിയം ബീവിയും അഹ്സനത് ഫർജഹ, അവർ ചാരിത്രശുദ്ധിയിൽ ജീവിച്ചവരാണ്, അവർ ചാരിത്രശുദ്ധിയുണ്ടായവരാണ്. അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. അല്ലാഹുവേ, വ്യഭിചാരം ചെയ്യാതെ ജീവിച്ച മഹദിയാണല്ലോ മറിയം. ومريم ابنة عمران التي أحسنت فرجها, ഒരു ടീനേജുകാരിയായി ജീവിച്ചപ്പോ 20 വയസ്സിൽ താഴെ പ്രായമുണ്ടാകുന്ന സമയം ഈസാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ചുമക്കുന്നത് 17 വയസ്സിലോ 14-ലാണെന്നും അഭിപ്രായമുണ്ട് ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ. ആ സമയത്ത് അഹ്സനത് ഫർജഹാ, അതും അതിന്റെ മുമ്പും ശേഷവും ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചവർ, ജനനേന്ദ്രിയം സൂക്ഷിച്ചവർ, ചാരിത്രശുദ്ധിയുണ്ടായിരുന്നവർ. മറിയം ബീവിയിലെ സംശുദ്ധി കണ്ടപ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ആത്മാവ് സന്നിവേശിപ്പിച്ചു മറിയം ബീവിയിലേക്ക്. അങ്ങനെ she conceived Jesus, ഈസാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുന്നു. ശാരീരികമായ ഒരു ബന്ധമില്ലാതെ, ഒരു ഫിസിക്കൽ മെയിൽ പാർട്ട്ണർ ഇല്ലാതെ മഹദി മറിയം ബീബി റളിയല്ലാഹു അൻഹാ, മഹാനായ ഒരു പ്രവാചകന്, അന്ത്യ റസൂൽ വരുന്നുവെന്ന് ലോകത്തെ പറഞ്ഞറിയിക്കാൻ വന്ന ഒരു ദൂതന് ഉമ്മയായി വരാൻ ഭാഗ്യം കൊടുത്തുവല്ലോ അല്ലാഹു. കാരണം എന്തേ? അഹ്സനത് ഫർജഹാ فنفخنا فيه من روحنا وصدقت بكلمات ربها, തന്റെ അല്ലാഹുവിന്റെ വചനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വകാനത് മിനൽ ഖാനിതീൻ, അതുമാത്രമല്ല അവർ അല്ലാഹുവിനെ അത്രക്ക് ഇബാദത്ത് ചെയ്ത് ജീവിച്ചവരായിരുന്നുവല്ലോ. അത്രക്ക് ഇബാദത്ത് ചെയ്തവർ.
അങ്ങനത്തെ ഒരു മഹതിയായ മറിയം ബീവിയും ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന് പടിയിറങ്ങേണ്ടി വരികയും ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്ത ആസിയ ബീവിയും സത്യവിശ്വാസികൾക്ക് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ മുസ്ലിമായി ജീവിക്കാൻ എന്ത് പ്രയാസം സംഭവിച്ചാലും, കൂടെയുള്ള ആളുകളൊന്ന് കളിയാക്കി ചിരിച്ചാലും, നാട്ടുകാരെ പരിഹസിച്ചാലും, ഒരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോ സർവ്വ പെൺകുട്ടികളും തലയിൽ തട്ടമിടാതെ ഹിജാബ് ധരിക്കാതെ നടക്കുമ്പോ അതിന്റെ ഇടയിൽ ഹിജാബോടുകൂടെ നടക്കുമ്പോ കുത്തുവാക്കുകൾ വന്നേക്കും. അതൊന്നും പ്രശ്നമാക്കല്ലേ മോളെ, അള്ളാഹുവിന് വേണ്ടി ഇതിലും വലുത് സഹിച്ച 2 മഹദികളെ ഞാൻ പറഞ്ഞു തരട്ടെ. ആ മഹദികളാണെന്ന് ആസിയ ബീവിയും മഹദി മറിയം റളിയല്ലാഹു തആല അൻഹയും. ഇവരാണ് സത്യവിശ്വാസിനികളുടെ മാതൃകകൾ. وكانت من القانتين. അവർ നിസ്കാരം ഒഴിവാക്കിയവരല്ല, കോളേജിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് ദുഹർ നഷ്ടപ്പെടുത്തുന്നവരല്ല, അസ്ർ നഷ്ടപ്പെടുത്തുന്നവരല്ല, സുബ്ഹി നഷ്ടപ്പെടുത്തുന്നവരല്ല, നിസ്കാരം ഒഴിവാക്കുന്നവരല്ല. മുത്തനബി പറയുമായിരുന്നു, അൽഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാഹ്. നാമും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ 5 നേരത്തെ നിസ്കാരമാണ്. വമൻ തറകഹാ ഫഖദ് കഫറ. ആരൊക്കെയാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് മനഃപൂർവ്വം, ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നത്, ആരാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് ഫഖദ് കഫറ, അവർ അവിശ്വാസത്തിന്റെ കർമ്മമാണ് ചെയ്തത്, അള്ളാഹുവിനോട് നന്ദികേടാണ് ചെയ്തത്, കുഫ്റിന്റെ കർമ്മമാണ് ചെയ്തത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. സത്യവിശ്വാസിനികൾ ഉയർന്നു പോയത് അവരുടെ ഇബാദത്ത് കൊണ്ട്, അടിയുറച്ച ഈമാൻ കൊണ്ട്. അല്ലാമാ ദഹബി തങ്ങൾ കിതാബുൽ കബായിറിൽ ഒരു സംഭവം ഉദ്ധരിച്ചു. മദീനയിൽ ഒരു പെണ്ണിനെ മറവ് ചെയ്ത്, ഖബറിൽ മറവ് ചെയ്ത് തന്റെ കൂട്ടുകാർ തിരിച്ചു വന്നിരിക്കുന്നു. ആ പെണ്ണ് മരണപ്പെട്ട് ഖബറിന്റെ ഉള്ളിലേക്ക് അവരെ വെച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ആങ്ങളെ, തന്റെ സഹോദരൻ, അവരോർത്തുപോയി, എന്തോ ഒരു സാധനം ഞാൻ മറന്നു വെച്ചിട്ടുണ്ടല്ലോ, എന്റെ പണക്കിഴി, എന്റെ പേഴ്സ്, എന്റെ വാലറ്റ് ഞാനത് മറന്നു വെച്ചല്ലോ. അതെടുക്കാൻ വേണ്ടി തന്റെ കൂട്ടുകാരനെയും കൂട്ടി പോകുമ്പോ അയാൾക്ക് ബോധ്യപ്പെട്ടു ആ ഖബറിന്റെ അകത്തായിരിക്കും അത്, ആ ഖബറിന്റെ അകത്താണത്. മണ്ണുമാന്തിയെടുത്ത് തന്റെ പ്രിയപ്പെട്ട സഹോദരി മരിച്ചു കിടക്കുന്ന, മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഖബറിന്റെ അകം തുറക്കേണ്ടി വന്നു ഈ കിഴിയെടുക്കാൻ. വജദൽ ഖബറ യശ്തഇലു അലൈഹി നാറാ. ഖബറിന്റെ ഉള്ളിൽ തീജ്വാലകൾ പരക്കുന്നത് ഈ മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ടു. ഖബറിന്റെ ഉള്ളിൽ തീയുണ്ട്. തുറന്നപ്പോഴേക്കും തീ അണഞ്ഞു, അതിൻ്റെ ഉള്ള കത്തുകയാണ്. പേടിച്ച് ഖബർ അവിടെ തന്നെ മൂടി വെച്ച് ഉമ്മയുടെ അരികത്തേക്ക് ഓടി വന്നു. മദീനയിൽ താമസിക്കുന്ന ഉമ്മയാണത്. ഉമ്മയോട് ചോദിച്ചു, യാ ഉമ്മീ, ഉമ്മ, എന്താണ് നമ്മുടെ സഹോദരിയുടെ, നിങ്ങളുടെ മോൾ, എന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണുമ്മ? ഉമ്മ പറഞ്ഞു വമാ സുആലുക അൻഹാ, എന്തിനാ ഇപ്പൊ മോളെപ്പറ്റി ചോദിക്കുന്നത്? സഹോദരൻ പറഞ്ഞു, മോൻ പറഞ്ഞു, യാ ഉമ്മീ ഇന്നി റഅയ്തു ഖബ്റഹാ യശ്തഇലു അലൈഹാ നാറാ. ആ പെണ്ണിന്റെ, എന്റെ സഹോദരന്റെ ഖബറിൽ തീയാളി പടരുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മ. ഇത് കേട്ടപ്പോ കരഞ്ഞുപോയി ഉമ്മ, പൊട്ടിക്കരഞ്ഞുപോയി. ഖബറിന്റെ ഉള്ളിൽ അദാബുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു മനുഷ്യൻ പോയി കിടക്കുന്ന ഖബറും മറവ് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്നഹ് ഔ ഹഫറത്തും മിൻ ഹഫരിൻ നീറാൻ, അതൊരിക്കൽ ഒന്നുകിൽ സ്വർഗത്തിന്റെ കഷ്ണമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ കഷ്ണമാണ്. ഇതല്ലാതെ വെറുതെ ഒരു മണ്ണറയല്ല ഖബർ എന്ന് പറയുന്നത്. ഉമ്മ കരയാൻ തുടങ്ങി. ഉമ്മ പറഞ്ഞു തരൂ ഉമ്മ, എന്റെ സഹോദരി ചെയ്തിരുന്ന പാപം എന്താണ്? ഉമ്മാക്ക് എന്തറിയും? ഉമ്മ പറഞ്ഞു, മോനെ, കാനത് ഉഖ്തുക തതഹാവനു ബിസ്സലാഹ്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവമുള്ളവരായിരുന്നു നിന്റെ പെങ്ങള്. നിസ്കാരം മടിയായിരുന്നു. നിസ്കരിക്കാൻ 100 വട്ടം പറയണം അവളോട്. പറഞ്ഞാൽ തന്നെ എങ്ങനെയൊക്കെയോ ഒരു ഒളു, അതെടുത്താൽ തന്നെ എങ്ങനെയൊക്കെയോ ഒരു നിസ്കാരം,
അത് പെട്ടെന്ന് തീർത്തോടിയാലല്ലാതെ നിന്റെ പെങ്ങൾക്ക് സമാധാനം വരാറില്ല. തതഹാവനു ബിസ്സലാ വതുഅഖിറുഹാ അൻ വഖ്തിഹാ, നിസ്കാരം സമയമായാൽ അവൾ ചെയ്യാറുമില്ല. ഈ കാരണം കൊണ്ടായിരിക്കണം എന്റെ പെങ്ങൾക്കത് സംഭവിച്ചത് എന്ന് ഈ സഹോദരൻ തിരിച്ചറിയുന്നു. അല്ലാമ ദഹബി തങ്ങൾ ഈ സംഭവം അതിന്റെ സനദുകളോടുകൂടെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മറ്റും ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.